ഹായ് 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 നമ്മൾ മാത്സിൻ്റെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ് മാഷി വീട്ടിലേക്ക് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പോൾ തൊട്ട് മുമ്പ് കുറച്ച് കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഓരോട് പോലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നമ്മൾ 6ാം ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അവരോടും പറയും വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ട് എന്ന് പറയാം, കണ്ട് എക്സാമിന് പോകാൻ വേണ്ടി അവരോടും അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ആ ചോദ്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. വേറെ ഒന്നുമില്ല, ഇതുപോലൊരു അളവ് തന്നിട്ട് അതിനെ മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അപ്പം മാഷ് ഇത് മീറ്ററിലാണല്ലോ എന്ന് പലരും വിചാരിക്കുന്നത് മീറ്ററിലാണോ? 3 മീറ്റർ. എന്ന് വെച്ചാൽ എന്താ? മീറ്ററിനാണല്ലേ. ഇത് മീറ്ററിലാണ് 3 മീറ്റർ. പക്ഷെ അതിന്റെ കൂടെ എന്താ? സെന്റിമീറ്ററും കൂടെ ഉണ്ട്. 3 മീറ്ററും 48 cm. cm എന്ന് വെച്ചാൽ എന്താ? സെന്റിമീറ്റർ. 3 മീറ്ററും 48 സെന്റിമീറ്റർ ഇവിടെ തന്നിട്ടുള്ള അളവ്. ഈ അളവ് നമ്മൾ എന്താക്കണം? മീറ്ററിൽ മാത്രമാക്കി മാറ്റണം. ഇവിടെ മീറ്ററും ഉണ്ട് സെന്റിമീറ്ററും ഉണ്ട്. അതിന് രണ്ടിനും കൂടെ മീറ്ററിൽ മാത്രമാക്കി പറയണം. സെന്റിമീറ്റർ കൂടെ പാടില്ല. അപ്പോൾ ആ രൂപത്തിൽ ഇതിന് മാറ്റി എഴുതണം. ചിലപ്പോൾ ഇങ്ങോട്ട് ഇത് വേറെ രൂപത്തിലായിരിക്കും ചോദിക്കുക. ഇതിനെ ഫ്രാക്ഷനിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട്, ഭിന്നസംഖ്യാ രൂപത്തിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. അവിടെ ഇതന്നെ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെ മീറ്ററിലോട്ട് ആക്കാൻ വേണ്ടത്. അപ്പോൾ ഇതിന് ഉത്തരം എങ്ങനെ ചെയ്യാം? സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇവിടെ 3 മീറ്ററിന് തന്നിട്ടുണ്ട്. അത് ഓൾറെഡി മീറ്ററിലുള്ളത് അല്ലേ. അപ്പോൾ അതിന് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ എന്താ? ഒരു മാറ്റം വരില്ല. 3 മീറ്റർ എന്ന് വെച്ചാൽ 3 മീറ്ററിനാണ്. അതിന് മീറ്ററിലോട്ട് മാറ്റണ്ട. പക്ഷെ ഇതാണ് നമ്മൾ മാറ്റേണ്ടത്. ഇതെന്താണ്? സെന്റിമീറ്ററിലാ തന്നത്. 48 സെന്റിമീറ്ററിനാ തന്നത്. സെന്റിമീറ്ററും മീറ്ററും എന്തായാലും സെയിം അല്ല അല്ലേ. അപ്പൊ സെന്റിമീറ്റർ നമ്മൾ ഇനി മീറ്ററിലോട്ട് മാറ്റണം. ഇതിനെ മീറ്ററിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അത് നേരത്തെ തന്നെ മീറ്ററിലാണ്. ഇത് സെന്റിമീറ്ററിലാണ്. അതിന് മീറ്ററിലോട്ട് മാറ്റേണ്ടി വരും. സെന്റിമീറ്ററിന് എങ്ങനെ മീറ്ററിലോട്ട് മാറ്റാം? സിമ്പിൾ. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. 48 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 48/100 ആണ്. ഇതാണ് ഇതിന് ഉത്തരം. 3 48/100 മീറ്റർ. അതാണ് 3 മീറ്ററും 48 സെന്റിമീറ്ററും. സിമ്പിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മീറ്ററിലോട്ടാക്കി മാറ്റി എഴുതി, ഫ്രാക്ഷന്റെ രൂപത്തിലാക്കി എഴുതി, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഒരു ചെറിയൊരു കാര്യം, ചിലപ്പോൾ നിങ്ങളോട് എങ്ങനെ ചോദിക്കാന്ന് അറിയോ? ഇതിനെ ഡെസിമൽ ആക്കി എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഈ തന്നിട്ടുള്ള അളവ് ഡെസിമൽ ആക്കി എഴുതാൻ വേണ്ടി പറയും. അപ്പൊ ഇങ്ങനെ ഡെസിമൽ ആക്കുക, നമ്മൾ ഫ്രാക്ഷൻ ആക്കി അല്ലെ, അതിന് മീറ്ററിലോട്ട് മാറ്റി ഫ്രാക്ഷന്റെ രൂപത്തിൽ, ബൈയുള്ള രൂപത്തിൽ എഴുതിയത്. ഇങ്ങനെ ബൈയുള്ള രൂപത്തിൽ എഴുതുന്നതിനാണ് നമ്മൾ ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ എന്ന് വിളിക്കുക. നമ്മളോട് ഡെസിമൽ ആക്കിയിട്ട് ദശാംശ രൂപത്തിൽ എഴുതാൻ വേണ്ടി ചോദിച്ചു. ദശാംശം, ഡെസിമൽ എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? എന്താണത്? പോയിന്റ് ഉള്ള നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെസിമൽ, ദശാംശ സംഖ്യ. ഇതിനെ പോയിന്റ് ഉള്ള നമ്പറിന്റെ രൂപത്തോട്ട് മാറ്റണം. 3 എന്ന് വെച്ചാൽ എന്താ? 3 തന്നെയാണ്. ഫ്രാക്ഷനാണ് നമുക്ക് പോയിന്റ് ഉള്ള നമ്പറിന്റെ രൂപത്തോട്ട് മാറ്റാൻ വേണ്ടി കഴിയുക. ഒരു ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ പോയിന്റ് ഉള്ള നമ്പറിന്റെ രൂപത്തോട്ട് മാറ്റുക? സിമ്പിൾ ആണ്. ഫ്രാക്ഷനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത രൂപത്തിലാണ് നോക്കുക. ഇവിടെ എന്താണ്? 48നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെയാണ് അല്ലേ. ഏത് നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ നേരത്തെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്? ഇവിടെ 48നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്? അതിന് ഡെസിമൽ ആക്കുമ്പോൾ സിമ്പിൾ ആണ്. 100ന് എത്ര പൂജ്യമാണ് നോക്കുക. 100ന് എത്ര പൂജ്യമാണ്? 2 പൂജ്യമുള്ള നമ്പറാണ് 100. അപ്പോൾ ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ള 2 അക്കങ്ങൾ പോയിന്റിന് ബാക്കിലോട്ട് പോകണം. മുകളിൽ ഏതൊക്കെ അക്കങ്ങളാണത്? 8 ഉണ്ട്, 4 ഉണ്ട്. അത് 2 പോയിന്റിന് ബാക്കിലോട്ട് പോയാൽ മതി. പോയിന്റിന് ബാക്കിലോട്ട് ഈ 8ഉം 4ഉം പോയി കഴിഞ്ഞാൽ അതെന്താവും? 0.48 ആവും. ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിലുള്ള 2 അക്കങ്ങളും പോയിന്റ് ബാക്കിലോട്ട് പോകണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 അക്കങ്ങൾ പോയിന്റിന് ബാക്കിലോട്ട് പോകണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 48ന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 48ലെ 2 അക്കങ്ങൾ പോയിന്റ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതെന്താവും? 0.48 ആവും. 48/100 എന്ന് വെച്ചാൽ 0.48 തന്നെയാണ്. അപ്പോൾ 3 മീറ്ററും 48/100, 3 48/100 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.48 മീറ്റർ ആണ്. സിമ്പിൾ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. 6 മീറ്ററും 17 സെന്റിമീറ്ററും. ഇതിനെ നമുക്ക് ആദ്യം ഫ്രാക്ഷനിലാക്കി എഴുതാൻ വേണ്ടി നോക്കാം. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ബൈയുള്ള രൂപം അല്ലേ. 6 മീറ്റർ എന്ന് വെച്ചാൽ 6 മീറ്റർ തന്നെയാണ്. 17 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ സെന്റിമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ 17 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 17/100 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഉള്ള 2 അളവ് കൂടി നമ്മൾ മീറ്ററിലാക്കി എഴുതി. ഇതിന് മീറ്ററിലോട്ട് ആക്കി എഴുതി കഴിഞ്ഞാൽ 6 17/100 മീറ്റർ ആവും അല്ലേ. 6 മീറ്റർ എന്ന് വെച്ചാൽ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ മീറ്റർ തന്നെ അത് ഓൾറെഡി, അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സെന്റിമീറ്റർ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ അതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 17 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 17/100 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെയുള്ള അളവുകൾ നമ്മൾ മീറ്ററിലോട്ട് മാത്രമായിട്ട് എഴുതി. ഇനി എന്താ ചെയ്യുക? ഇവിടെ ബൈയുള്ള രൂപത്തിലാണ്, ഫ്രാക്ഷന്റെ രൂപത്തിലാണ് നമ്മൾ ഇതിനെ എഴുതി കഴിഞ്ഞത്. നമ്മൾ ഇതിന്റെ ഡെസിമൽ ആക്കി ദശാംശ സംഖ്യ ആയിട്ട് എഴുതണം. അതെങ്ങനെ എഴുതാം? സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? ഇവിടെ 6 മീറ്റർ എന്നുണ്ട്, അത് അതേപോലെ തന്നെ എഴുതി. ഫ്രാക്ഷന് മാത്രമേ നമ്മൾ ഡെസിമലിലോട്ട് മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ ബൈയുള്ള രൂപത്തിൽ നമ്പറിനെ മാത്രം നമ്മൾ പോയിന്റുള്ള രൂപത്തിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ.
എങ്ങനെ അതിനെ പോയിന്റ് രൂപത്തിൽ എഴുതുക? താഴെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യണമെന്ന് നോക്കുക. 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ മുകളിൽ 2 നമ്പർ പോയിന്റ് ബാക്കിൽ പോയാൽ മതി. അപ്പോൾ 17നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 17ൽ എന്താ 7 ഉണ്ട് 1 ഉണ്ട്. ഈ 7ഉം 1ഉം പോയിന്റ് ബാക്കിലോട്ട് പോയാൽ മതി. അതെന്താവും? 0.17 ആവും. 17/100 എന്ന് വെച്ചാൽ 0.17 ആണ്. 6/17/100 മീറ്റർ എന്ന് വെച്ചാൽ 6.17/17 മീറ്റർ ആണ്. തെറ്റ്. പക്ഷെ ഇവിടെ എല്ലാം കൺഫ്യൂഷൻ വരിക. ഇങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യമാണ് തരിക. ഇവിടെ എന്താ പ്രത്യേകത? ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 മീറ്ററും 5 സെന്റിമീറ്റർ എന്നുള്ള മീറ്ററിലോട്ട് മാറ്റി എഴുതുമ്പോൾ 2 മീറ്റർ എന്ന് വെച്ചാൽ 2 മീറ്റർ ആണ്. 5 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ടാണ് മാറ്റേണ്ടത് അല്ലെ. ഫ്രാക്ഷൻ ആക്കി എഴുതാൻ വേണ്ടി പറയുമ്പോൾ മീറ്ററിലോട്ട് മാറ്റി എഴുതിയാൽ മതി. മീറ്ററുള്ളത് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ അത് തന്നെയാണ്. സെന്റിമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ എന്താ ചെയ്യാം? അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 5/100 മീറ്റർ ആണ് അല്ലേ. ഫ്രാക്ഷനിലാക്കി എഴുതി എളുപ്പമാണ്. 2/5/100 മീറ്റർ ഫ്രാക്ഷനിലാക്കി എഴുതുമ്പോൾ ഇത് തന്നെയാണ്. പക്ഷേ ഇത് ഡെസിമലാക്കി എഴുതുമ്പോൾ എങ്ങനെ ചെയ്യാന്ന ഡൗട്ട് വരിക. 2 മീറ്റർ എന്ന് വെച്ചാൽ 2 എഴുതിയാൽ മതി. 5/100 ഫ്രാക്ഷന് മാത്രം നമ്മൾ പോയിന്റ് രൂപത്തിലോട്ട് മാറ്റിയാൽ മതി അല്ലേ. ഇതിനെങ്ങനെ 5/100 എങ്ങനെ പോയിന്റ് രൂപത്തിലോട്ട് മാറ്റി ചെയ്താൽ വേണ്ടി കഴിയും? അതാണ് നമുക്ക് അറിയാത്തത്. 5 എന്താ ചെയ്യണത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 100ന് 2 പൂജ്യമാണിത്. മുകളിലുള്ള 2 അക്കങ്ങൾ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ 2 അക്കങ്ങൾ പോയിന്റ് ബാക്കോട്ട് പോകണം. മുകളിൽ എന്താ 5 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ 5 മാത്രം പോയിന്റ് ബാക്കോട്ട് പോയാൽ ഒരക്കം മാത്രമല്ലേ പോയിന്റ് ബാക്കോട്ട് പോകുള്ളൂ. ഇതിന് 0.5 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100ന് 2 പൂജ്യമാണുള്ളത്. മുകളിലെ 2 നമ്പർ പോയിന്റ് ബാക്കോട്ട് പോകണം. അപ്പൊ എന്താ ചെയ്യുക? അത് ചെയ്യുന്ന ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്. എന്താണെന്നറിയോ? ഈ 5ന്റെ മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇതിപ്പോഴും എന്താണ്? 5 ആണ് അല്ലേ. ഏത് നമ്പറിന് മുമ്പിലുള്ള 0ത്തിന് വിലയില്ല. അതുകൊണ്ട് ഇത് ഇപ്പോഴും 5 ആണ്. മുമ്പിലൊരു 0 വന്നുള്ളൂ. പക്ഷെ മുമ്പിൽ 0 വന്നപ്പോൾ എന്തായി? ഒരക്കം 2 അക്കം. ഇവിടെ 2 അക്കങ്ങളായി അല്ലേ. 2 അക്കങ്ങളായി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ എളുപ്പമാണല്ലോ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ 2 അക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ 2 അക്കങ്ങളും പോയിന്റ് ബാക്കിലോട്ട് കൊടുത്താൽ മതി. അതായത് ഈ 5ഉം 0 ഈ 5ഉം 0 പോയിന്റ് ബാക്കിലോട്ട് പോയാൽ 0.05 എന്നായിട്ട് മാറും. 2 അക്കങ്ങൾ പോയിന്റ് ബാക്കിലോട്ട് വന്നു. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2 അക്കങ്ങൾ പോയിന്റ് ബാക്കിലോട്ട് പോകണം. ഇതേ നമ്മൾ പോക്കി. സിമ്പിൾ. അപ്പോൾ 5/100 എന്ന് വെച്ചാൽ എന്താ? 0.05 ആണ്. അപ്പോൾ 2 മീറ്റർ എന്ന് വെച്ചാൽ 2 തന്നെ. 5/100 എന്ന് വെച്ചാൽ 0.05 ആണ്. അപ്പോൾ ഇതിനെ ഡെസിമൽ ആക്കി എഴുതുമ്പോൾ 2.05 മീറ്റർ ആണ്. ഇതിനെ ഡെസിമൽ ആക്കി എഴുതുമ്പോൾ ദശാംശ രൂപത്തിലാക്കി എഴുതുമ്പോൾ. അപ്പോൾ മുകളിൽ 2 അക്കങ്ങളില്ലെങ്കിൽ മുമ്പിൽ ഒരു 0 കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ആലോചിച്ചാൽ മതി. 2 അക്കങ്ങളാക്കാൻ വേണ്ടി മുമ്പിൽ ഒരു 0 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങളൊന്ന് ഡെസിമൽ രൂപത്തിലോട്ട് ആക്കിയിട്ട് പറഞ്ഞു തരണം. ഇത് 2 മീറ്റർ 5 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 2.05 മീറ്റർ ആണ്. നമ്മൾ ഇതിന് ഡെസിമൽ ആക്കി ദശാംശമാക്കി എഴുതി. ഇനി ഇതിനെ ഡെസിമൽ ആക്കിയിട്ട് ദശാംശമാക്കിയിട്ട് എഴുതിയിട്ട് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇതോടുകൂടി മാഷ് ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം ലൈവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ വീഡിയോ ആയിരുന്നത്. ഇന്ന് വൈകുന്നേരമുള്ള ലൈവ് ക്ലാസ്സും കൂടെ കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾക്ക് ഫുൾ സെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ലൈവ് കാണാൻ വേണ്ടി ആരും മറക്കാതിരിക്കുക. നിർബന്ധമായിട്ടും ആ ലൈവ് കാണുക. അങ്ങനെയെങ്കിൽ മാത്സും ഫുൾ സെറ്റ് ആയിരിക്കും. നാളത്തെ എക്സാം ഫുൾ മാർക്ക് ഉറപ്പിക്കുക. പിന്നെ പോലത്തെ നാളെ മോർണിംഗ് എനിക്ക് ഇതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടി ഒരു റിവിഷൻ ലൈവ് കൂടി തരുന്നുണ്ട്. അത് കണ്ട് എക്സാമിന് പോകുക. കാരണം മാത്സിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എക്സാമിന് പോകുമ്പോൾ എല്ലാ കാര്യം മറന്നു പോയിട്ടുണ്ടായിരിക്കും. നാളെ രാവിലെ ലൈവ് മിസ്സാക്കാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ലൈവിലായിട്ട് കാണാം. ലൈവ് മിസ്സാക്കാതെ എല്ലാവരും കാണാം. ബൈ ബൈ.